കിടന്നാലും ഉറക്കം വരില്ല സബി. വല്ലാത്തൊരു മാനസികാവസ്ഥ. അതൊക്കെ നാളെ കൊണ്ട് ശരിയാവും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാ. എന്തെല്ലാം കഷ്ടപ്പാടുകളായിരുന്നു. ശരിയാ. ആ മോളിവിടെ വന്നു കയറുന്നതോടെ ഈ വീട്ടിൽ ഐശ്വര്യവും വന്നു കയറും. ശ്രുതിയോട് നമുക്ക് വലിയ കടപ്പാട് തന്നെയായിരിക്കും രവി. ഒരു കടപ്പാടും അവള് മനസ്സിൽ സൂക്ഷിക്കാതിരിക്കട്ടെ. നമ്മളും. എന്നാ പോട്ടെ ബേബി ചായ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടാ. അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. 2 ദിവസം നിൽക്കാൻ പറഞ്ഞേ മോളെ. ശരി ചേച്ചി, ഒന്ന് പോയിട്ട് പോട്ടെ മോളെ. പാടോ. ഒന്ന് ചെല്ലു. വരാട്ടോ. പാലപ്പള്ളി പെരുന്നാളിന് ഞാൻ പോയി വിളിച്ചോണ്ട് വരും. 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. ടാറ്റ പോവല്ലേ നമ്മള്? ടാറ്റ പോവല്ലേ? പോവല്ലേ നമ്മള്? പോവാം. വേണ്ട 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 വേണ്ട. ഓ ഇതുവരെ വലിയ ഉറക്കായിരുന്നു. അവളിപ്പൊ എണീറ്റ് കളിയായി കുറുമ്പി. വേണ്ട 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 വേണ്ട. ഇവിടുന്നൊരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. വേണ്ടോ? ഓ എന്തേ? ചുച്ചു വേണ്ട വേണ്ട വേണ്ട. ഓ വേണ്ട വേണ്ട. ഓ ഓ ഓ ഏ
തോന്നുന്നുണ്ടോ നിനക്ക്? ചക്കരേ, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നോ അന്നാമ്മയുടെയും ബേബിച്ചാൻ്റെയും കെയറിങ്ങൊക്കെ? അവരൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരല്ലേ. അതിനൊക്കെ പകരം എന്ത് കൊടുക്കാറും സർ? എന്നെയും കുഞ്ഞിനെ അത്രയ്ക്ക് കാര്യമായിട്ട് അവർ നോക്കിയത്. എന്റെ മോളെ എനിക്കൊരു അമ്മയുണ്ടായിരുന്നേ നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അതുപോലെ തന്നെ എന്നെ. അതെനിക്ക് മനസ്സിലായടോ. നിങ്ങളെ പിരിഞ്ഞപ്പോ അവരുടെ ആ സങ്കടം കാണണമായിരുന്നു. പിന്നെ കുഞ്ഞ് ഇഷക്കുട്ടി എന്ത് പറയണു? ദേ സ്വിച്ച് കിടക്കണ കണ്ടില്ലേ? എന്തേ പോവല്ലേ നമ്മള്? എങ്ങട്? ആ അതുള്ളട്ടാ. വനവാസം കഴിഞ്ഞ് സീത മടങ്ങണ പോലുണ്ട് കേട്ടോ. അതിന് സീത കൈക്കുഞ്ഞുമായിട്ടാണോ മടങ്ങിയത്? അയ്യോ അത് ശരിയാണല്ലോ. നമ്മടെ രാവണൻ തട്ടിക്കൊണ്ടുപോയതല്ലേ. വെറുതെ രാമൻ സീത സംശയിച്ചിട്ടോ. എന്നിട്ടല്ലേ സീത അഗ്നിപരീക്ഷണവും ഭൂമി പിളർന്ന പാതാളത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തത്. കറക്റ്റ് അല്ലേ? നമുക്ക് കൃത്യമായിട്ട് അറിയില്ലട്ടാ, കേട്ടറിയണം. ഈ അടുത്തൊരു സിനിമ കണ്ടു, നയൻതാരയുടെ രാമരാജ് എന്നാ പേര്. അതിലുണ്ട് ഇതെല്ലാം. ഉഗ്രൻ സിനിമയാട്ടാ. ഈ നയൻതാര ആള് സൂപ്പർ സ്ട്രക്ചറാട്ടാ. കൊള്ളാം. സീതയല്ലെങ്കിലും ഞാനും ചില അഗ്നിപരീക്ഷണങ്ങളിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാമനും രാവണനും ഒന്നും ഇല്ലാന്ന് മാത്രം. മോളൂട്ടി ഇറങ്ങിടോ. അവള് ഉറങ്ങി. ആഹാ, ഇന്നലെ രാത്രിയിൽ അവള് തീരെ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര കളിയാ. കണ്ണു തുറന്ന് കിടന്ന് കയ്യും കാലും ഇളക്കി എന്തൊക്കെയോ പറയുന്നും ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അടഞ്ഞു പോകുന്ന എന്റെ കണ്ണുകൾ അത് കാണുമ്പോഴേ വിടർന്നു വരും. അത് കൊള്ളലടോ. ഇപ്പന്റെ രാത്രിയും പകലും ഒക്കെ മാറി. രാവിപ്പ പകലും, പകലിപ്പ രാവും ഒക്കെയാ. അതെന്തുണ്ട് അങ്ങനെ? ദേ കണ്ടില്ലേ, അവളിപ്പ പകലിങ്ങനെ കിടന്നുറങ്ങും. രാത്രിയായ പിന്നെ ഒരു പോളും ഉറങ്ങില്ല. പിന്നെ ഞാനെന്ത് ഈ ലോകത്തുള്ള മുഴുവൻ പിള്ളേരും അമേരിക്കൻ ടൈമിങ്ങിലാ ഉറങ്ങണല്ലേ? പിന്നല്ലേ, ഇവള് ഭയങ്കര മിടിക്കുക. ഉറങ്ങാതെ കിടക്കുമ്പോ ചിലപ്പോ അന്നമ്മച്ചെടുത്തി എടുക്കും. ആ സമയത്ത് സ്വഭാവം മാറും. ഒരു സെക്കൻഡ് എന്റെ മോൾ എന്നെ വിട്ടു മാറില്ല. എന്റെ വിരലിങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കും. ഡോ, ആളമ്മയുടെ മോള് തന്നെയാണ്. ബ്രില്യൻ്റാ. പക്ഷേ താൻ അവളെ ഇട്ടേച്ച് പോകുന്നത് അവക്കറിയില്ലട്ടാ. സോറിട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഒരു തമാശക്ക്. ഞാൻ കർത്താവേ, വണ്ടി ഇപ്പൊ അങ്ങോട്ട് കേറിപ്പോയനെ. എല്ലാം സത്യ. മണിക്കൂറുകൾക്കുള്ളില് ഇവളെന്റെ കയ്യിൽ നിന്ന് പോവില്ലേ അരുൺ സർ? ഇങ്ങനെ എന്റെ മാറിലെ ചൂട് പറ്റിയാ ഉറങ്ങുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെടുത്താൻ നോക്കിയാ അപ്പൊ ഉണരും. എന്റെ ചൂട് നകന്നാ മതി, എന്റെ പൊന്നതറിയും. അപ്പോ അവളെ കുഞ്ഞു കണ്ണ് തുറന്നു നോക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചേർത്ത് പിടിക്കും. എടോ, ഈ ലോകത്ത് അവക്കറിയാവുന്ന ഒരേ ഒരു ചൂട് തൻ്റെ മാത്രല്ലേ. പിന്നെ എങ്ങനാടോ തന്നെ അവള് വിട്ടു നിൽക്കുക? ഞാൻ ഷീറ്റൊക്കെ എടുത്തി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ നോക്കുമ്പോ അന്നമ്മച്ചേടത്തി മൂക്കും ചെവിയും കയ്യും കാലും ഒക്കെ വലിച്ചൊഴിഞ്ഞ് കുളിപ്പിക്കാൻ വരും. അന്നേരം ഇവള് കരയാൻ തുടങ്ങും. അപ്പൊ ഞാൻ അവളിൽ നിന്ന് തൊട്ടാ മതി, അപ്പൊ തന്നെ കരച്ചില് മാറും. കുളിപ്പിച്ച് തുടപ്പിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് പൗഡർ ഇട്ട് സുന്ദരിയാക്കി എന്റെ മാറിലിങ്ങനെ ചേർത്ത് കിടത്തുമ്പോ ഇയാളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കണേ? ഹലോ, എന്താ രവേട്ടാ? ഞങ്ങള് പുറപ്പെട്ടു രവേട്ടാ, വന്നോണ്ടിരിക്കണ്. ആര്? ശ്രുതിയുണ്ട്, കുഞ്ഞാ, ആ കുഞ്ഞുണ്ട്, എല്ലാരും ഉണ്ട്. ടീച്ചറല്ലേ കൂടെ? ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിട്ടാ. ആ അരുണേ, ഒരു ചെറിയ സംശയം. അതുണ്ടാവും. പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് വലത്തോട്ടല്ലേ? 100 തവണ പറഞ്ഞാലേ രവേട്ടാ.
കഷ്ടാട്ടാ. അല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. ശരി എന്നാ. വഴിയെല്ലാം അരുൺ പറഞ്ഞതനുസരിച്ച് എഴുതി വെച്ചതല്ലേ രവി? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടൊന്ന് ചോദിച്ചാ പോരെ? അരുൺ പറഞ്ഞതനുസരിച്ച് ഏതോ വില്ലയോ മറ്റാ. അപ്പോ അവിടെ വേറെ ആൾക്കാരൊക്കെ കാണില്ലേ രവി? നമ്മള് കുഞ്ഞിനെ കൈമാറുന്നതൊക്കെ അവരും അറിയില്ലേ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ സബി? നമ്മളല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ. അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയായിരിക്കും, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട്. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെടൂ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ അല്ലാതെയോ. അതിനിപ്പോ നമുക്കെന്താ? അവളിനി കുഞ്ഞിനെ തന്നിട്ട് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ലായിരുന്നോ നൂലുകെട്ടിന് അവിടെ രണ്ടുപേരും കൂടി വന്നിട്ട്? നമുക്കിപ്പോ എന്തോ വേണം? നമ്മുടെ കുഞ്ഞിനെ കിട്ടണം. പിന്നെ വേറെ വർത്തമാനത്തിലൊന്നും നിൽക്കണ്ട. അന്നേരം തന്നെ അങ്ങ് തിരിച്ചു പോരാം. അതും ശരിയാ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നത്? താനേ ആ പമ്പൊന്ന് ശ്രദ്ധിച്ചോണേ, അവിടുന്ന് വലത്തോട്ടുള്ള വഴിയാന്നാ പറഞ്ഞേ. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീടാ, ഇറങ്ങിക്കോ. ഡോ, സാധനങ്ങളൊക്കെ വണ്ടി തന്നെ ഇരിക്കട്ടെ. മോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ആരും താമസല്ലേ? ഇല്ല, ഇയാള് കയറി വാടോ. എവിടെപ്പാ സ്വിച്ച്? ആ, ഇവിടെ വാടകക്കാരുണ്ടായിരുന്നു, ഒഴിഞ്ഞു പോയിട്ട് 1 മാസമായിട്ടുള്ളൂ. സതീശും ഫാമിലിയും നാളെ മറ്റന്നാളായിട്ട് വരും. നമുക്ക് തൽക്കാലം ഈ സൗകര്യം ധാരാളല്ലേ. അവരോട് വഴി പറഞ്ഞിരുന്നോ? പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രവിയേട്ടനല്ലേ ആള്, മിക്കവാറും വഴി തെറ്റിട്ടുണ്ടാവും. എനിക്ക് കുറച്ച് പാല് ചൂടാക്കാൻ പറ്റില്ലേ? പിന്നെന്താ, എല്ലാം ഇവിടെ ഉണ്ട്, കിച്ചണിനകത്തുണ്ട്. അല്ല, എന്തിനാ ചൂടാക്കണേ? കുഞ്ഞിന് ഇന്ന് മുതല് കൊപ്പിപ്പാല് വേണല്ലോ. കിച്ചണിനകത്ത് അതിനുള്ള സൗകര്യമുണ്ട്. താൻ വാ, ഞാൻ കാണിച്ചിട്ടാ. പാടോ. കുഞ്ഞിനെങ്കിൽ തന്നോടോ. ആ, വാ 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 വാ, വട 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 കുട്ട വട. പാല് വേണമെങ്കിലേ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. വേണ്ട, പശുപാല് കൊടുക്കുന്ന നല്ലത്. അന്നമ്മ ചേട്ടത്തി പാലൊക്കെ കുപ്പിയിലാക്കി തന്നിരുന്നു. പാവം അന്നാമ്മടത്തേ, അവരതൊക്കെ ചെയ്തു അല്ലേ. അച്ചുടാ, നീ ഉണ്ടല്ലോ ഇനി ബോട്ടിലെ പാലൊക്കെ കുടിച്ച് ശീലിക്കണം. എന്തുട്ടാ നോക്കണേ? ചുന്ദരു ആള് നല്ല സുന്ദരി കുട്ടിയാട്ടാ, ഇയാളെ പോലെ. അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളരാനുള്ള യോഗം നമ്മളായിട്ട് അങ്ങോട്ട് നിഷേധിക്കണു അല്ലടോ. ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിച്ചത്. ആള് നല്ല സ്മാർട്ടായിട്ട് കളിക്കാനുള്ള ഉത്സാഹത്തിലിരിക്കട്ടാ. എല്ലടാ, ആ ചിരി നോക്കിയേ എന്താടാ. ഫോൺ റിങ്ങുന്നുണ്ടല്ലോ. മിക്കവാറും അത് രവിയേട്ടനാവും. വഴി തെറ്റിട്ട് വിളിക്കുക. ഡോ, സ്വന്തം വീട്ടിലേക്കുള്ള വഴി തെറ്റിച്ച് പറഞ്ഞ ആളാ. ആ, ഇതാ ആള് തന്നെട്ടാ സുധി.
ആരെവിടാ എവിടത്തെയും ഞങ്ങൾ ആ ടോളിന്റെ അവിടെ എത്തി. എവിടെ ടോളിന്റെ അവിടെ. ടോളിന്റെ അവിടെ രവിയേട്ടനോട് പറഞ്ഞല്ലേ ടോളിന്റെ അവിടെ പോകണ്ടെന്ന്. അതിനു മുമ്പുള്ള റൈറ്റ് ആ സിഗ്നലിൽ അവിടെ നിന്നുള്ള റൈറ്റിലേക്ക് തിരിയാ. റൈറ്റ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ പെട്രോൾ പമ്പിന് അവിടുന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഏഞ്ചൽ വില്ല അവിടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തേ? ഓ ഒന്ന് ഹോൺ അടിച്ചാൽ മതി രവിയേട്ടാ, ആള് തുറന്നു തരും. വേഗം വാട്ടാ, ഇവിടെ വെയിറ്റിംഗ് ആണ്. എന്തുട്ട് രവിയേട്ടാ ടോള് കൊടുക്കണ്ട. നിങ്ങൾ ടോള് കഴിഞ്ഞോ അതോ അതിനു മുമ്പ് നിൽക്കണോ? കഴിഞ്ഞാ എന്നാ പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ടും കൊടുത്തില്ലേ. വേഗം പോരെ. ശരിട്ടാ. ഇയാളെ മുടി മാത്രമേ വളർന്നിട്ടുള്ളൂ കേട്ടാ. മോളട്ടി 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 മോളട്ടി. ഒരു അങ്കിള് വരും കേട്ടാ, താടിയും മുടിയൊക്കെ വളർത്തിയിട്ട്. ആളെ കണ്ട് പേടിക്കണ്ടട്ടാ. പോട്ടെ 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 പോട്ടെ. ഓ ഏത് ഗുദാമിലാണ് ഇവര് പോയി ഇത് താമസിച്ചിരിക്കുന്നത്? എവിടാ സ്ഥലം? അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ. ആ ഏഞ്ചൽ വില്ല അത് തന്നെയല്ലേ രവി? ആ അത് തന്നെ അത് തന്നെ. ഓണടിക്കേ വലത്തോട്ട് ബോർഡുണ്ട്, ഏഞ്ചൽ വില്ല. ബോർഡുണ്ട്. ആ ഇത് തന്നെയാ. ശോ എന്തോരം ദൂരമാണല്ലേ. ഓ വിളിക്കുമ്പോ അവനെ അങ്ങട് ഇങ്ങടുന്ന് എന്തെങ്കിലുമൊക്കെ പറയും, ഒന്നും മനസ്സിലായതേയില്ല. ഡോ തന്റെ പണി കഴിഞ്ഞിടോ. ദേ അവര് വന്നു തോന്നൂ, ഞാൻ നോക്കട്ടെ. സർ ഒന്ന് കുഞ്ഞിനെ തരൂ പ്ലീസ്. താൻ തന്റെ പണി തീർക്കടോ, എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഫീഡ് ചെയ്യാനാ. ഒന്ന് അവസാനായിട്ട്. വേണ്ട വേണ്ട വേണ്ട. വേണ്ട 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 വേണ്ട. അമ്മ തരാലോ. കരയണ്ട കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. കരയണ്ട കരയണ്ട കരയണ്ട. ആരെവിടാ കരുവാ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എവിടുന്നാ എന്റെ പൊന്നരുണെ കണ്ടുപിടിക്കുന്നത്? വഴിയാകെ കൺഫ്യൂഷൻ. ഞാൻ പഴിയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലേ രവിടാ. പോരാത്തിന് മെസ്സേജ് ചോദിച്ചു. ആ ഫ്ലൈ ഓവർ കഴിഞ്ഞുള്ള രണ്ടാമത്തെ സിഗ്നൽ എന്നല്ലേ പറഞ്ഞു, അവിടെ എന്ത്? ആ അത് തെറ്റും കരുവാ ട്ടാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയ? രാവിലെ ഇറങ്ങിയതല്ലേ അരുണെ, വഴിന്ന് കഴിച്ചു. വീട്ടില് പുതിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? മൊത്തം കള്ളമാണല്ലോ അരുണെ. കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുന്നത് കാത്തിരിക്കുക എല്ലാവരും. വീട്ടിലേക്ക് പുതിയ അതിഥി വരുന്നതിന്റെ ആഘോഷ. ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തണം. അപ്പൊ ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ? പായസം ഉണ്ടാവും അല്ലേ? പാലട പ്രഥമൻ. എന്നാ പിന്നെ ഞാൻ സുധിയെ വിളിക്കട്ടെ. ആയിക്കോട്ടെ. സുധി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രവി, രണ്ടുപേരും ഇവിടെ തന്നെ ആയിരിക്കും ഒരുമിച്ച് താമസമെന്ന്. ഏതോ സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കാന്നല്ലേ പറഞ്ഞിരുന്നേ? അതെ, ആ സുഹൃത്തിന്റെ വീടല്ലേ ഇത്. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അവര് മാത്രമല്ലേ ഉള്ളൂ. ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല സബി, ഇതിനു വേണ്ടി മാത്രം വന്ന് താമസിക്കുന്നതായിരിക്കും. അതുകൊണ്ടല്ലേ അന്ന് നമ്മൾ ഇവരുടെ കൂടെ വരട്ടേം ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞത്. വേറെ ആരുടെയും കൂടിയാണ് താമസമെങ്കിലും നമ്മളെ കൊണ്ടുവരുന്നില്ല, എന്താ കുഴപ്പം? ഇത് അങ്ങനെയല്ലാത്തോണ്ടല്ലേ. അതെ രവി, ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ താമസം. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നമ്മൾ എന്തിനാ ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നേ? നമ്മൾ വന്ന് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ, അത് കഴിയുമ്പോൾ നമ്മളങ്ങ് പോകും, അത്രേ ഉള്ളൂ.
എടോ അവര് വന്നിട്ട് കുറച്ച് നേരമായി. അധികം നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. വീട്ടിൽ നിന്നൊക്കെ പല കള്ളം പറഞ്ഞിട്ട് വരണല്ലേ. ആ, കുഞ്ഞിന് ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്. തുള്ളിമരുന്ന് നമ്മുടെ കവറില. രാത്രിയില് ചുമയായിരുന്നു, ഒരു പോലെ കണ്ണടച്ചില്ല എൻ്റെ മോള്. ക്ലൈമറ്റ് മാറിയതിൻ്റെയാ. മാറിക്കോളും. കുഞ്ഞിന്റെ പാവെല്ലാം മാറിക്കോളും കേട്ടോ. അമ്മ മരുന്ന് തരുമല്ലോ, എല്ലാം മാറും. ഡോ, പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ കൈ പിടിച്ചു. തന്റെ കുഞ്ഞിനെ തന്റെ കൈ കൊണ്ട് അവർക്ക് കൈമാറാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? Yeah.